വെൽക്കം ബാക്ക് ടു പൂച്ചക്കുട്ടീസ്. നമ്മളിന്ന് ന്യൂ ഇയർ പ്രമാണിച്ച് കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറത്തെ ലൈറ്റ് ആൻഡ് ഡെക്കറേഷൻസ് ആണ് നമ്മൾ കാണിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ. എന്ന് പറഞ്ഞ ഒരു ലൈറ്റിൻ്റെതാണ് തുടക്കം. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ നടന്നു നീങ്ങുന്നത് ഒരു വലിയൊരു മരത്തിൽ കുറേ ലൈറ്റുകൾ വെച്ച ഒരു സ്ഥലത്തേക്കാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും എത്രത്തോളം തിരക്കുണ്ടെന്ന്. അതിൽ ഞാൻ അവിടെ എത്തിയത് അത്രയും വൈകിയത് അതുകൊണ്ടാണ്, ക്ഷമിക്കുക. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും നല്ലൊരു വ്യൂവിലാണ് ഞാൻ നിൽക്കുന്നത്. നല്ല രസമായിട്ടുണ്ട് ഇതൊക്കെ കാണാൻ. അടുത്തത് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മരത്തിൻ്റെ അവിടെയും ഒക്കെയാണ്. മരത്തിൻ്റെ തൊട്ട് താഴെ ഒരു ഡിയറും പിന്നെ അതിൻ്റെയും തൊട്ട് താഴെ ഒരു ലയണും ആണുള്ളത്. ഡിയർ ആൻഡ് ലയൺ. അപ്പോൾ ഈ ഒരു മരത്തിൽ നല്ലോണം അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മാനിനെ, ഈ ഒരു സിംഹത്തിനെ. നമ്മൾ അടുത്തേക്ക് പോകുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ആനേൻ്റെ അടുത്തേക്കാണ്. ആനയും എല്ലാം അവർ മാക്സിമം ഒരാളുടെ ഫേവറേറ്റ് ആക്കാൻ തന്നെ അവർ രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു മഷ്റൂമാണ്. ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിളങ്ങുന്നൊരു മഷ്റൂം പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ ഉണ്ടാക്കിയതൊരു ടെൻറ്റ് പോലത്തെ സംഭവമാണ്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടെൻറ്റ് പോലത്തെ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് പിടിപ്പിച്ചിട്ടാണ് ഇവരിത് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആനേൻ്റെ മുൻവശമാണ്. നല്ല ഭംഗിയുള്ള രീതിയിൽ തുമ്പിക്കൈയും ഒക്കെ വെച്ച് അങ്ങോട്ട് നിൽക്കുകയാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആന ഡ്രാഗൺ, മഞ്ഞ കളറായിട്ടുള്ളൊരു ഡ്രാഗൺ. നിങ്ങൾ ചൈനീസ് സിനിമയൊക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതെന്ന് പറയുന്നത് ഒരു ചൈനീസ് ഡ്രാഗനെ പോലെ തോന്നുന്നൊരു ഡ്രാഗനാണ് ഇവരുണ്ടാക്കി വച്ചിരിക്കുന്നത്. പിന്നെ ഒരു യെല്ലോ ലൈറ്റ് അതിന് വരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ഇത് റിയലാണെന്ന്. ഞാൻ കുറേ ക്രിസ്റ്റലിൻ്റെ അടുത്ത് കൂടെയാണ് പോകുന്നത്. ഞാൻ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ ഈ ഒരു ഡ്രാഗൺ എനിക്ക് പറയാൻ പറ്റും. പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഇതിനെക്കാട്ടി ഡ്രാഗനും എന്തായാലും ഇതിനെക്കാട്ടി നല്ലതൊക്കെ ഉണ്ടായിരിക്കും, ഇല്ലാതിരിക്കാം. പക്ഷെ എനിക്ക് ബെസ്റ്റായിട്ട് കണ്ടതും എനിക്ക് ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള ഒരു ഡ്രാഗനും സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നതും. അതും 2026 ഏറ്റവും ബെസ്റ്റാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ 2026 ഈ മൊമെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് ഈ മൊമെൻ്റാണെന്നാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഗൈസ്. അതിന് നമ്മൾ ഡ്രാഗൻ്റെ പല്ല് വരെ അത്രയും ഉള്ളു ഗൈസ്. ഒറ്റ വിഴുങ്ങിൽ നമ്മളെ കൊല്ലാൻ പറ്റും. അങ്ങനത്തെ ഒരു വലിയൊരു ഡ്രാഗനാണ്. പിന്നെ എന്താ അറിയില്ല, കഴിഞ്ഞ വർഷം ലൈറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വർഷം വർണ്ണ കളറുകൾ, ഇത് ടെൻറ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ വെച്ച് കുറേ സംഭവങ്ങൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ആൻഡ് എനിക്കിതാണ് കുറച്ചും കൂടി ഇഷ്ടമായത് കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിയും. ഐ അപ്രിഷ്യേറ്റ് ഇറ്റ് റിയലി. ഇതൊക്കെ ഉണ്ടാക്കാനെടുത്ത സമയവും പിന്നെ ഈ ഒരു സ്ഥലത്തെ കാര്യങ്ങളും എല്ലാം നോക്കി നടത്തുന്ന ഇവരെ ഒരു ബിഗ് ഷൗട്ട് ഔട്ട് തന്നെ ഞാൻ കൊടുക്കുകയാണ് ഗൈസ്. ഐ റിയലി ലൈക്ക് ഇറ്റ്. പിന്നെ എനിക്കറിയാത്തൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ദൂരത്ത് കാണുന്ന സംഭവം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഗൈസ്. ഇഫ് എനിബഡി നോസ് കമൻറ്റ് ഡൗൺ ബിലോ.
അതൊരു ഷിപ്പാണോ അതൊരു വീടാണോ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ നമ്മളിപ്പോൾ അതാ ഒരു വലിയ ഡ്രാഗൻ്റെ ടെയിൽ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ വീണ്ടും ആ ഒരു വിയേർഡായിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് പോവുകയാണ്. ഞാൻ എത്ര ഇതാക്കാമെന്ന് വിചാരിച്ചാലും ആൾക്കാർ കുറേ ഉണ്ട് ഗൈസ്, ക്ഷമിക്കണം. അപ്പം നമ്മൾ ഡ്രാഗൻ്റെ അപ്പുറത്തുള്ള നീല ബോക്സിൻ്റെ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ബ്ലൂ ബോക്സ് അത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഒരു വലിയൊരു ബ്ലൂ ബോക്സ്. അടുത്തെത്തിയപ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുന്നത് അത് ലൈറ്റ് കൊണ്ട് വെച്ചൊരു ഗേറ്റ് വേ പോലത്തെ ഒരു സംഭവമാണത്. ആൻഡ് ഐ ആം സേയിങ് ഇവർ നല്ല സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഇതിൻ്റെ അടുത്തേക്കൊന്നും ആൾക്കാർ സമ്മതിക്കുന്നില്ല. പിന്നെ അധികം ആൾക്കാരും പാലിക്കുന്നുണ്ടെങ്കിലും കുറച്ച് ഉള്ള ആൾക്കാർ എന്താ പറയുക അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ചാടി കിടക്കാൻ നോക്കുന്നുണ്ട്. സ്റ്റിൽ അവർ 5-6 പ്രാവശ്യം വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലാന്ന്. ഇതാ നമ്മൾ ആ ഒരു ഇതിൻ്റെ അടുത്തെത്തി. നല്ല രസമുണ്ട് ഗൈസ്. വാട്ട് ആൻ അമേസിങ് തിങ്. നിങ്ങളിങ്ങനെ നോക്കുമ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഇത് കാണാൻ പറ്റുള്ളൂ ഗൈസ്. ആ ഒരു ദൂരെ കാണുന്ന സംഭവം അധികം ഒന്നുമില്ല, ആകെ ഈ ഇതേ ഉള്ളൂ. ദൂരെ കാണുമ്പോഴാണ് രസം, അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യാണ്. അതിൻ്റെ അടുത്ത് പോകുമ്പോൾ വലുതായിട്ടൊന്നുമില്ല. പക്ഷെ അടുത്തത് കാണാൻ പോകുന്നത് ടെക്നോളജിയാണ്. നിങ്ങളുടെ നാട്ടിൽ ഇതേമാതിരി ടെക്നോളജി ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. ഇതൊരു നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ലോട്ടസ് എന്ന് വരുന്നൊരു ഇലക്ട്രിസിറ്റി മാതിരിയാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ഡൗൺ ബിലോ. നിങ്ങൾക്ക് എന്ത് ചോദിക്കാനാണെങ്കിലും എന്ത് തോട്ട്സ് ആണെങ്കിലും നിങ്ങൾക്ക്. അഗെയിൻ ഹലോ ഗൈസ്, ഹാപ്പി ന്യൂ ഇയർ. 2026 നല്ലൊരു വർഷമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സോ ഈ വീഡിയോ ഇവിടെ തീരാണ്. ബൈ.